ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 220. വീര്യവും ശൗര്യവുമല്ല, ബോധക്കുറവാണ്. ഭാഗം 220. വീര്യവും ശൗര്യവുമല്ല, ബോധക്കുറവാണ് ഇവിടെ ആരംഭിക്കുന്നു. വാരണപ്പള്ളിയിലെ തങ്കപ്പ പണിക്കരുടെ പിതാവായിരുന്നു കോട്ടയ്ക്കകത്ത് ശ്രായി തണ്ടാൻ. വടകര തണ്ടാൻ എന്നും അദ്ദേഹം നാട്ടിൽ അറിയപ്പെട്ടിരുന്നു. ഒരിക്കൽ ക്രിസ്തുമതത്തിൽ ചേർന്ന് യേശുദാസൻ എന്ന പേരും അദ്ദേഹം സ്വീകരിക്കുകയുണ്ടായി. ഗുരുദേവൻ കാർത്തികപ്പള്ളിയിൽ എത്തുമ്പോഴൊക്കെ ചില അവസരങ്ങളിൽ ശ്രായി തണ്ടാൻ്റെ ഭവനത്തിൽ വിശ്രമിക്കുകയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കൊച്ചനന്തവനായിരുന്ന ദാമോദരൻ തിരുനെൽവേലി ഹിന്ദു കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. അന്നൊരു ദിവസം കോളേജ് വിട്ട് കൂട്ടുകാരുമൊത്ത് നടക്കുന്നതിനിടയിൽ ഗുരുദേവൻ എതിരെ നടന്നു വരുന്നത് ദാമോദരൻ കാണുവാനിടയായി. സന്യാസിമാരുൾപ്പെടെ 6-7 അനുചരന്മാരും അപ്പോൾ ഗുരുദേവനൊപ്പം ഉണ്ടായിരുന്നു. അടുത്തു വന്നപ്പോൾ ദാമോദരൻ ആദരപൂർവ്വം തൊഴുതു വഴിമാറി നിന്നു. ദാമോദരൻ്റെ ഭക്തിയും ബഹുമാനവും കണ്ടിട്ട് ഒരു സന്യാസി ചോദിച്ചു, സ്വദേശം എവിടെയാണ്? ദാമോദരൻ: കാർത്തികപ്പള്ളിയിലാണ്. സന്യാസി: കാർത്തികപ്പള്ളിയിൽ എവിടെയാണ്? ദാമോദരൻ: കോട്ടയ്ക്കകത്തു ശ്രായി തണ്ടാൻ്റെ കൊച്ചനന്തരവനാണ്. ശ്രായി തണ്ടാൻ്റെ പേര് കേട്ടപ്പോൾ ആ സന്യാസി പരിചിതഭാവത്തിൽ ചിരിച്ചു. ചിന്തുപൂന്തുറ എന്ന ഗ്രാമത്തിലേക്കായിരുന്നു ഗുരുവിൻ്റെ അപ്പോഴത്തെ യാത്ര. അവിടെ ശൈവപിള്ളമാരുടെ വക ഒരു വലിയ കെട്ടിടം ഗുരുദേവന് വിശ്രമിക്കാനായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ദാമോദരൻ ഗുരുദേവൻ ചിന്തുപൂന്തുറയിൽ വന്ന് വിശ്രമിക്കുന്ന വിവരം തൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു. അതറിഞ്ഞപ്പോൾ എല്ലാവർക്കും ഗുരുദേവനെ കാണുവാൻ ആഗ്രഹമുണ്ടായി. വിദ്യാർത്ഥികളും അധ്യാപകരുമടങ്ങുന്ന ഒരു സംഘം അന്ന് രാത്രി തന്നെ ചിന്തുപൂന്തുറയിൽ ഗുരുദേവൻ വിശ്രമിച്ചിരുന്ന കെട്ടിടത്തിലെത്തി. ഗുരുദേവനെ കണ്ട് അവരെല്ലാം ശിരസ് കുനിച്ച് വന്ദിച്ചു. ഓരോ മധുരനാരങ്ങ എടുത്ത് ഗുരുദേവൻ എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് ദാമോദരൻ നായടായി ഗുരുദേവൻ പറഞ്ഞു, ശ്രായി തണ്ടാൻ്റെ ഭവനത്തിൽ നാം വന്നിട്ടുണ്ട്. ഗുരുദേവൻ തന്നെ തിരിച്ചറിഞ്ഞതിൽ ദാമോദരന് ഏറെ സന്തോഷമായി. അതിനുശേഷം ദാമോദരൻ കൂടെയുണ്ടായിരുന്നവരെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. തലശ്ശേരിക്കാരൻ എഡ്വേർഡ് എന്ന അധ്യാപകനോട് മലബാറിലെ ഇളക്കി മറിച്ച മാപ്പിള ലഹളയെപ്പറ്റി ഗുരുദേവൻ ചില കാര്യങ്ങൾ ചോദിച്ചു. അപ്പോൾ ലഹളയിലുണ്ടായ ചില ക്രൂരകൃത്യങ്ങൾ ആ അധ്യാപകൻ വിവരിച്ചു പറഞ്ഞു. ഉടനെ അതിനിടയിൽ കയറി ഖാലിദ് എന്ന മറ്റൊരു അധ്യാപകൻ ഇങ്ങനെ പറയുകയുണ്ടായി, മുഹമ്മദീയർ വലിയ വീരശൂരന്മാരാണ്. അത് കേട്ടിട്ട് ഗുരുദേവൻ: വീര്യവും ശൗര്യവുമല്ല, ബോധക്കുറവാണ്. ക്രൂരകൃത്യങ്ങളെ മതത്തിൻ്റെ പേരിൽ മഹത്വവൽക്കരിക്കാനുള്ള ആ അധ്യാപകൻ്റെ ആവേശം അതോടെ അവസാനിച്ചു. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരപ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. നാരായണ ഗുരുവേ എൻ്റെ സത്യപ്രകാശമേ, നീ പാരപ്രകാശമേകാൻ പിറന്നൊരു വാടമലരല്ലേ നീ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 220. വീര്യവും ശൗര്യവുമല്ല, ബോധക്കുറവാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.